താടിയും മുടിയും കാണാൻ നല്ല സ്റ്റൈലടാ. എന്നാ നമുക്ക് വേറെ പേരിടാം. മണ്ണുണ്ണി മാമനും ചീകട്ടി പാട്ടും. പിന്നെ ഞാനും. ആ അത് കൊള്ളാം. അതാരാ? ആ നീയാ? ഇവനെ നിന്റെ ചീങ്കട്ടി ഭാഷ ചോദിച്ചു. ഇവനെ വിടൽ. പിന്നെ ആള് പശക്ക വിട്ടു ഇവനെ. ബൈ ബൈ, സീ യു മണ്ണുണ്ണി. അവനെ മമ്മൂട്ടിയുടെ മോനാ. മമ്മൂട്ടിയുടെ മോനോ? ആ നമ്മുടെ മമ്മൂട്ടിയുടെ മോൻ. പിന്നെ എന്ത് പിന്നെ? നമ്മുടെ മെമ്പർ മമ്മൂട്ടിയുടെ മോൻ ദുൽഖർ. ആ അതന്നെ. ആ നിന്റെ ബോഡി ഗാർഡ്. പിന്നെ നീ ആരാന്നാ വിചാരിച്ചേ? മമ്മൂട്ടിയുടെ മോൻ. അതല്ല ഞാനും പറഞ്ഞത്. അതല്ല. ഏതല്ല? മെഗാസ്റ്റാർ മമ്മൂട്ടി. ആ, 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 അത് ശരി. അവന്റെ ബാപ്പ ബീരാൻകുട്ടി ഒരു മമ്മൂട്ടി ഫാനായിരുന്നു. അതുകൊണ്ട് മകന് മമ്മൂട്ടി എന്ന് പേരിടണമെന്ന് നിർബന്ധം. അതുകൊണ്ടും തീർന്നില്ല ആരാധന. അവന് ഒരു മകൻ ജനിച്ചപ്പോ മമ്മൂട്ടിയുടെ മകന്റെ പേരായ ദുൽഖർ എന്ന് പേരിടണമെന്ന് വാശി. ബാപ്പയുടെ പൂതിയല്ലേ, നടക്കട്ടെ എന്ന് മമ്മൂട്ടിയും. അവനും സൂപ്പർ സ്റ്റാറല്ലേ ഇപ്പോൾ? ആ പക്ഷെ ഇപ്പൊ പല സ്റ്റാറിന്റെയും തിളക്കം മങ്ങി, കരിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നുണ്ട്. അയ്യോ, മമ്മൂട്ടി കരിയുമാവോ? ആ കരിയട്ടെ. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? കുടിക്കട്ടെ, മതിയാവോളം കുടിക്കട്ടെ. എന്താ? പക്ഷേ ആ മമ്മൂട്ടിയുടെ മോനുണ്ടല്ലോ ദുൽഖർ, അവനൊരു കൂടുതലാ. അതിന് നീ അവനെ നേരിട്ട് കണ്ടിട്ടുണ്ടാ? പിന്നെ അവൻ എന്നെ മണ്ണുണ്ണി എന്ന് വിളിച്ചില്ലേ? ആ അവൻ മെമ്പർ മമ്മൂട്ടിയുടെ മകൻ. പിന്നെ ആരാണ് നീ വിചാരിച്ചത്? സൂപ്പർ സ്റ്റാർ ദുൽഖർ. അപ്പോ മറ്റേ അസുഖം തുടങ്ങി അല്ലേ? മറ്റേ അസുഖം ഏത്? നീ ഏതാണെന്ന് വിചാരിച്ചു? ഏതാ നീ വിചാരിച്ച? ആദ്യം നീ പറ. ആദ്യം നീ പറ. ആദ്യം നീ പറ. നീ ആദ്യം. അല്ല, നീ 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 പറയടാ. എന്നാ ഞാൻ പറയാം. മറവി രോഗം, വയസ്സന്മാർക്ക് കിട്ടുന്ന ഗിഫ്റ്റ്. ആ അൽഷിമേഴ്സ്. അത് തന്നെ. ഇനി നീ പറ. ഞാൻ വിചാരിച്ചതേ ഭ്രാന്ത്, സിനിമാ ഭ്രാന്ത്. പക്ഷേ അവനെ വെറുതെ വിടാൻ പറ്റില്ല. ഒരു പണി കൊടുക്കണം. നിനക്ക് കൂടുതൽ പണി കിട്ടാണ്ട് നോക്കിക്കോ. നീ ഒന്ന് അടങ്ങട മണ്ണുണ്ണി. നമ്മൾ പഠിക്കുന്ന കാലത്ത് മാഷുമാരെയും ടീച്ചർമാരെയും എന്തൊക്കെ പേരുകൾ പറഞ്ഞാ വിളിച്ചിട്ടുള്ളത്. നീ അതൊക്കെ മറന്ന. Thank you for watching. Please. Thank you very much. Bye. See you again.